നമസ്കാരം. ആയുധങ്ങളെക്കാൾ വലുത് ആത്മവിശ്വാസം തന്നെയാണ്, ഉറച്ച വിശ്വാസമാണ്. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്നുള്ള ദൃഢനിശ്ചയമാണ്. ഒരായുധത്തിനും അത്തരത്തിൽ ദൃഢനിശ്ചയമെടുത്ത ഒരു പോരാളിയെ കീഴ്പ്പെടുത്താനാകില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ദൃഢനിശ്ചയമെടുത്ത ഒരു ജനതയെ അവർക്കുമേൽ വിജയം സ്ഥാപിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. എത്ര വലിയ ആയുധങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ആണവായുധം ഉണ്ടായിട്ട് കാര്യമില്ല. പേരുകേട്ട സൈനിക ശക്തിയാണ് ഇസ്രായേൽ. ലോകത്തിലെ നമ്പർ 1 എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗം. ആ വിഭാഗം ലബനോനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘത്തോട് ഏറ്റുമുട്ടി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ലബനോനിലെ ഹിസ്ബുള്ള പോരാളികളുമായി ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയുന്നില്ല. നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. നിരവധി മെർക്കാവ ടാങ്കുകൾ ഇല്ലാതായി, അത് നശിച്ചുപോയി. എന്തായാലും ഇവിടെ ഹിസ്ബുള്ളയ്ക്കും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലബനോനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നാശനഷ്ടങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിൽ അവരിപ്പോൾ ആഹ്ലാദം പങ്കുവെക്കുകയാണ്. തെരുവുകളിൽ അവർ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ്. ഒപ്പം അവർ ഉറക്കെ വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, ദൈവം മഹാനാണ്, ദൈവം തീരുമാനിച്ചതേ നടക്കൂ. എത്ര വലിയ ശക്തി വന്നാലും ഏറ്റവും വലുത് ദൈവമാണ്. ആ ദൈവം തീരുമാനിക്കും, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ഹസൻ നസ്രുള്ളയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിജയചിഹ്നം കാണിച്ചാണ് ലബനോനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തെരുവിൽ നൃത്തം ചവിട്ടുന്നത്. 1982 ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനം ലബനോനിൽ രൂപീകൃതമാകുന്നത്. അധിനിവേശ ശക്തികളെ തുരത്തുന്നതിനു വേണ്ടി തന്നെയാണ് ആ പ്രസ്ഥാനം രൂപീകൃതമായത്. തീർച്ചയായും ആ പ്രസ്ഥാനം രൂപീകരിച്ച അന്നു മുതൽ ഇന്നു വരെ എന്താണോ അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യം മുൻനിർത്തി അവർ പ്രവർത്തിച്ചു. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു. ഇതിനിടെ ഒരുപാട് തിരിച്ചടികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പേജർ അറ്റാക്കിലൂടെ അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ഉറ്റവരെ ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയിട്ടുണ്ട്. ബൈറൂട്ടിൽ ഒരുപാട് ബോംബുകൾ വർഷിച്ചിട്ടുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ എല്ലാ ആക്രമണങ്ങൾക്കും ഹിസ്ബുള്ള അതിശക്തമായി തന്നെ പ്രതികരിച്ചു കൊണ്ടിരുന്നു. ഇറാനിലെ ഇസ്ലാമിക ഭരണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് ആയത്തുള്ള അലി ഖമേനിയോട് പൂർണ്ണമായും കൂറു പുലർത്തും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഹിസ്ബുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ ഒരു തീരുമാനം, ആ ഒരു പ്രഖ്യാപനം, അതിൽ നിന്ന് ഇന്നും അവർ ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത, ഇസ്രായേൽ സൈന്യത്തെ ലബനോനിൽ നിന്നും പിൻവലിച്ചപ്പോൾ തെക്കൻ ലബനോനിൽ വലിയ സേനാവിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഇസ്രായേലിനോട് അവർ ഏറ്റുമുട്ടിയത് ഫലസ്തീൻ അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ്. ഫലസ്തീനിലേക്ക് അധിനിവേശം നടത്തുന്ന, ഗസക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ നയങ്ങൾക്കെതിരായിട്ടാണ്. ഇസ്രായേലിനെ ശത്രു എന്ന രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു വലിയ സേനാവിന്യാസം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പൂർണ്ണമായും പരാജയപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു പുറകോട്ട് പോകുമ്പോൾ 2000 അവർക്കേറ്റ വലിയ പരാജയം ഒരിക്കൽ കൂടെ അത് സംഭവിക്കുകയാണ്. 2000 ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ കഴിയാതെ അതിദയനീയമായി അധിനിവേശ ശക്തികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പരാജയം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ പൂർണ്ണ പരാജയത്തിന്റെ മുന്നോടിയാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഈ ഒരു പരാജയം എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലിന്റെ പരാജയത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇസ്രായേലാണ് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നത്. ഫ്രാൻസും അതുപോലെ തന്നെ അമേരിക്കയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തി എന്ന ഒരു കാരണം പറഞ്ഞ് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ഇസ്രായേൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെടിനിർത്തലിന് തയ്യാറാവുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ്. ഉടൻ തന്നെ സൈന്യത്തെ പിൻവലിക്കുകയാണ്. ഗസയിലേക്കുള്ള ആക്രമണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പിന്മാറ്റം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗസയിലേക്ക് ആക്രമണം നടത്തിയാൽ തീർച്ചയായും ഫലസ്തീനെ വിട്ടൊരു കളിയും ഞങ്ങൾക്കില്ല എന്ന് ഹിസ്ബുള്ള വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രതികരണമില്ല, അനക്കമില്ല. ഇതിനെ പരാജയം എന്നല്ലാതെ എന്താണ് വിളിക്കാൻ കഴിയുക? ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ ചർച്ചകൾ സംഘടിപ്പിച്ചു തുടങ്ങി, ചില ഓൺലൈൻ മാധ്യമങ്ങൾ. എന്താണ് ഇസ്രായേലിന്റെ മാജിക്? അടുത്ത പദ്ധതി എന്താണ്? ഈ പിന്മാറ്റം വലിയ ഒരു ആക്രമണത്തിന്റെ തുടക്കമാകുമോ? വലിയൊരു ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക പിന്മാറ്റമാകുമോ? ഇതൊരു മാജിക് ആണ്, ഇസ്രായേലിന്റെ മാജിക് ആണ്.
ഈ മാജിക് എന്താണെന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയണം, അല്ലെങ്കിൽ അത് കണ്ടറിയണം എന്ന രീതിയിൽ ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ചിലരൊക്കെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വെടിനിർത്തൽ അത് ഇസ്രായേലിന്റെ ഔദാര്യമായി പലരും കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ഔദാര്യം അവർ ലബനോന് ഒരു ഔദാര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു, ഹിസ്ബുള്ളക്ക് ഒരു ഔദാര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന രീതിയിൽ അവർ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ലോകത്തിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ലബനോനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആദ്യമൊന്നും ലബനോനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവിടെ ജനങ്ങളുടെ പിന്തുണ അത്രമാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇസ്രായേലിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതിന്റെ ഭാഗമായി, ഇസ്രായേലിനെ ആദ്യമായി പരാജയപ്പെടുത്തിയതിന്റെ ഭാഗമായി, മറ്റു പല ലോക രാജ്യങ്ങൾക്കും കഴിയാതെ പോയ നീക്കങ്ങൾ നടത്തി ആ നീക്കങ്ങൾ വിജയിപ്പിച്ചതിന്റെ ഭാഗമായി ഹിസ്ബുള്ളക്ക് വലിയ ജനപ്രീതി ഉണ്ടായിട്ടുണ്ട്. ഒരു ഇസ്ലാമിക ഭരണമാണ് ലബനോനിൽ അവർ സ്വപ്നം കണ്ടിരുന്നതെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ മതവിഭാഗങ്ങളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും ഹിസ്ബുള്ള പിന്നീട് നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിശേഷിപ്പിക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ ഒരിക്കലും ലബനോനിലെ സാധാരണക്കാരായിട്ടുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ അവരോട് ജാതീയമായ ഒരു വിവേചനം അവർ കാണിച്ചിട്ടില്ല, ജാതി പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മതേതര രാജ്യങ്ങൾ, മതേതര സംവിധാനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പല സ്ഥലങ്ങളിലും ജാതിയുടെ പേരിൽ പലപ്പോഴും പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ നമ്മളൊക്കെ കാണുന്നുണ്ട്. ജാതിയുടെ പേരിൽ പൗരത്വം തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. എന്നാൽ തീവ്രവാദികളെന്ന് മുദ്രകുത്തി തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ജാതിയോ മതമോ പറഞ്ഞ് സ്വന്തം നാട്ടിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. അതായത് എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണുന്നു. പാർലമെന്റിലും വലിയ ശക്തിയാണ്, 15ഓളം അംഗങ്ങളുണ്ട് ഇവിടെ ഹിസ്ബുള്ളക്ക്. അതിശക്തമായ നീക്കങ്ങൾ നടത്തി, അതിശക്തമായ മുന്നേറ്റം നടത്തി, ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം രാജ്യത്തെ അധിനിവേശ ശക്തികൾക്ക് പണയം വെക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി മുന്നോട്ട് പോയതിന്റെ ഒരു വലിയ വിജയാഘോഷം തന്നെയാണ് ഇപ്പോൾ ലബനോനിൽ നടക്കുന്നത്.